പത്തരമാറ്റ സീരിയലിന്റെ മറ്റൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദേവയാനി വരികയാണ്. എന്നിട്ട് വെള്ളം എടുത്ത് പോകുന്ന സമയത്ത് എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കണം എന്ന് പറയണേ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ വേണ്ടി താല്പര്യമില്ല, പക്ഷെ അമ്മ ഞാൻ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്താണ് ദേവയാനീനെ. എന്നിട്ട് ചെയ്തതൊന്നും മനഃപൂർവ്വമല്ല എന്നും കൂടി പറയുമ്പോൾ, നീ നല്ല പഠിച്ച കള്ളിയാണ്. കാരണം ഇപ്പം നിനക്കറിയാം, എൻ്റെ മോൻ നിന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സോപ്പിട്ടിട്ട് നിന്റെ വകയിലാക്കണം, എന്നാൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ള കാര്യം അറിയാമെന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് നയന പറയണേ. നിന്നേക്കാൾ കൂടുതൽ പ്രായം എനിക്കുണ്ട്, അതിൻ്റെതായ എക്സ്പീരിയൻസും, അതുകൊണ്ട് നിന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും. അമ്മ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ മകൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരിക്കലും നിങ്ങൾ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ മകൻ താലി കെട്ടിയത് എന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മരുമകൾ തന്നെയാണ് ഞാൻ. അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയുമ്പോൾ ദേവയാനി, നിർത്തടി. നീ എന്നെ അമ്മായിമ്മ എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ആകെ തരിച്ചു കയറാണെന്ന് പറയാൻ കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, അത് തന്നെയാണ് സത്യം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് എതിർത്ത് സംസാരിച്ചത് നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ കേട്ടോ നയന. ഇത് കേട്ട ദേവയാനി, ഓഹോ, അപ്പൊ ഇതായിരുന്നു അല്ലേ ഐഡിയ? എന്നോട് വന്നിട്ട് മാപ്പ് പറഞ്ഞാലേ എൻ്റെ മോൻ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു കാണുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന ചിരിക്കാണ് കേട്ടോ. അവരെന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ റൂമിലുണ്ട് എന്നുള്ള രീതി പോലും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നാലുണ്ടായ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തീർക്കണമെന്ന് കരുതിയിട്ടാണ്. ഈ വീട്ടിൽ ഒത്തൊരുമ വേണം, അതുകൊണ്ടാണ് ഞാൻ കാരണം നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അവരൊരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ ഞാൻ അവരെ മനസ്സിലാക്കിയിട്ടാണ് ഇതുവരെ നടന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ദേവയാനി, അവൻ നിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കാരണം അവന്റെ നരമ്പിലൂടെ ഓടുന്നത് എൻ്റെ രക്തമാണ്. നിന്റെ കറക്റ്റ് സ്വഭാവം മനസ്സിലായത് കൊണ്ടാണല്ലോ ആദർശ് നിന്നെ പിടിച്ച് വെളിയിലാക്കിയത്. എന്നാൽ ആദർശിന്റെ അച്ഛന് നിന്റെ സ്വഭാവം കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് പിടിച്ച് ഉള്ളിലാക്കിയതും. ഇത് കേട്ട നയന, സത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് അത് എന്ത് രീതിയിലാണെങ്കിലും പുറത്തു വരുമെന്ന് പറയുമ്പോൾ, നിർത്ത്. നീ എന്താ എൻ്റെ അടുത്ത് പുരാണം പറയാണോ? നീ ആരാണെന്നും നിന്റെ പാരമ്പര്യം എന്താണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എൻ്റെ പ്രായവും പാരമ്പര്യവും, അതുമാത്രമല്ല ഈ വലിയ തറവാട്ടിലെ മൂത്ത മരുമകളാണ് ഞാൻ. എനിക്ക് ഇവിടെയുള്ള ആൾക്കാർ തരുന്ന ബഹുമാനവും എന്നോടുള്ള പ്രവൃത്തി രീതികളും എല്ലാം ബഹുമാനത്തോടു കൂടി ആയതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ നീ എന്നെ എതിർത്ത് സംസാരിച്ചത്. എൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത നീ എന്നോട് തത്വം പറയുന്നു. ഈ കുടുംബത്തിന്റെ മര്യാദയുടെ പേരിൽ മാത്രമാണ് നീ ഇപ്പം ഇവിടെ കയറി നിൽക്കുന്നത്. കാറ്റിലാടുന്ന വസ്ത്രങ്ങൾ പോലെ നീ ഇവിടെ കിടന്ന് ആടണ്ട. അത് പോയിട്ട് വീടിന്റെ ഉത്തരത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഉത്തരമാവില്ല. അത് നീ മനസ്സിലാക്കിക്കോ. ആ തുണി ഒരു വസ്ത്രം മാത്രമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക, പക്ഷേ അതിൻ്റെ ആവശ്യാനുസരണം വജ്രമായിട്ട് വരെ മാറാനുള്ള സാധനമാണത്. എൻ്റെ രക്തത്തിലെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ ചെയ്തതിന് നന്ദി കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് നയന അവിടുന്ന് പോവാണ് കേട്ടോ. നീ അവിടെ നിന്നേ, വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോവാണല്ലോ. ഇവിടെയുള്ള എല്ലാവരും നിന്നെ മരുമകളായിട്ട് തലയിലേറ്റി നടന്നു കഴിഞ്ഞാലും ഈ ലോകം മാറി മറിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. പോടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ ദേവയാനി. ഇത് പറഞ്ഞു പോകുന്ന സമയത്ത് ശരിക്കും നയനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് നേരെ ഭഗവാന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, എപ്പോഴും നിന്റെ മുമ്പിൽ ഇങ്ങനെ കച്ചറകൾ ഉണ്ടാവുന്നത് കാണാനാണോ നിനക്ക് ആഗ്രഹം എന്ന് ചോദിക്കുകയാണേ. ചെറുപ്പം മുതലേ എനിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അത് ഞാൻ കഷ്ടപ്പെട്ട് സാധിച്ചെടുക്കണം. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ വരുന്നത്. ആദർശേട്ടൻ എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള കാരണം അമ്മയോടുള്ള അമിത സ്നേഹമാണ്. എന്നാൽ എന്നെ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടൻ്റെ മനസ്സ് വേദനിക്കും, അതൊരിക്കലും പുറത്ത് കാണിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഈ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അത് സത്യം പുറത്ത് വരുന്ന ആ നിമിഷം എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ, പേടിയാകുന്നുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ.
ഭഗവാനെ, ഒരിക്കലും ഞാൻ കഷ്ടപ്പാടുകളെല്ലാം മാറ്റി തരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എന്ത് കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാലും അത് തരണം ചെയ്യാനുള്ള മനോധൈര്യം എനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ. തുടർന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ആദർശ് ഉറക്കം എണീറ്റ് നോക്കുന്ന സമയത്ത് കയ്യിൽ കെട്ട് കാണട്ടോ. അത് വലിച്ച് പൊട്ടിച്ച് കളയുന്നുണ്ട്. അപ്പോഴാണ് നയന അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വരുന്നത്. എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആദർശ് ഒന്നും മിണ്ടാതെ പോകുമ്പോൾ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, കൃഷ്ണമൂർത്തി സാർ പ്രകാരം ഞങ്ങൾക്ക് വലിയൊരു കോൺട്രാക്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ആ കോൺട്രാക്ട് പൂർത്തിയാക്കി കൊടുക്കണം. അതിൻ്റെ വർക്ക് ധൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ആദർശേട്ടൻ പോകാൻ വേണ്ടിയിട്ട് സമ്മതം തരണം. ഞാൻ പോകണോ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് നയനയുടെ അടുത്ത് നേരിട്ട് സംസാരിക്കാതെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോണിൽ ആരോ വിളിക്കുന്ന പോലെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, എത്ര തവണ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. പിന്നെയും എന്തിനാ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്? അരമണിക്കൂറിനകം ഞാൻ ഓഫീസിലെത്തും. അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം. ഒരു മീറ്റിങ്ങോ ഒരു ക്യാൻസലേഷനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണേ. തുടർന്ന് കാണിക്കുന്നത് നയന റെഡിയായിട്ട് മുത്തശ്ശനെയും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും ജാനകിയൊക്കെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ്റെ അരികിലേക്ക് വന്നിട്ട്, മുത്തശ്ശ, ഞാൻ വീട്ടിലോട്ടൊന്ന് പോയിക്കോട്ടെ, അവിടെ വലിയൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പോയിട്ട് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. അത് കഴിയുന്നത് വരെ എല്ലാ ദിവസവും ഞാൻ വീട്ടിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ നവ്യ എടുത്തേ വൈകി പറയുന്നുണ്ട് കേട്ടോ. നീ അവിടെ പോയി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നിന്റെ അമ്മായിയമ്മയ്ക്കും ആദർശേട്ടനും ഒന്നും ഇഷ്ടമല്ല. പിന്നെ നീ എന്തിനാ അവിടേക്ക് പോകുന്നത്? ഇത് കേട്ടിട്ട് നയനയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ദയവ് ചെയ്തിട്ട് ഈ കാര്യത്തിൽ നീ ഇടപെടരുത്. വീട്ടില് അച്ഛനും അമ്മയും ജീവനോടുണ്ടോ എന്നുള്ള കാര്യം പോലും നിനക്കറിയില്ല. നീ എന്തോ എൻ്റെ മേല് വലിയ അധികാരം കാണിക്കുന്ന പോലെ സംസാരിക്കുന്നു. മുതിർന്നവർക്ക് എന്ത് മര്യാദ കൊടുത്തിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം. നീ മിണ്ടാതിരുന്നാ മതിയെന്നും കൂടി പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നവ്യ മിണ്ടാതിരിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പൊ കഷ്ടപ്പെടുകയാണ്. അവരെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്ന അതേ മര്യാദ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയാണ് കേട്ടോ. തുടർന്ന് മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ പോയിട്ട് വന്നോട്ടെ എന്നുള്ള കാര്യം. നീ നിന്റെ അച്ഛനെയും അമ്മയെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് നിന്റെ മര്യാദ. ഈ വീട്ടിൽ ഒരു മര്യാദയും ഇല്ലാത്ത ഞങ്ങളടുത്താണോ നീ പോകാൻ വേണ്ടിയിട്ട് അനുമതി ചോദിക്കുന്നത്? ഈ വീട്ടിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മര്യാദയും ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ അമ്മായിമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ മരുമോള് എന്നെ അമ്മായിമ്മയായിട്ടും അംഗീകരിക്കുന്നില്ല. ഇതാണ് മോളെ സത്യം. എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് ദേവയാനി ചോദിക്കുമ്പോൾ, പിന്നെ എങ്ങനെ പറയണം? നീ കാരണമല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. എന്തിനാ അമ്മ എപ്പോഴും എന്നെ തന്നെ എല്ലാ പ്രശ്നമാണ് ഉണ്ടായതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത്? പിന്നെ അല്ലാതെ ഈ വീട്ടിൽ നടന്ന പ്രശ്നത്തിൽ നിനക്കൊരു ബന്ധമില്ലാത്തതുപോലെ കണ്ണീരോടെ കൂടിയിട്ട് നീ പറയുന്നത് നീ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. നയനമോളെ ആ കൊടും മഴയത്ത് നിർത്തിയിട്ട് ആദർശിന്റെ അടുത്ത് നിന്നടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അമ്മേ, അത് ആദർശ് എടുത്ത തീരുമാനമാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്താ നിനക്ക് അവനടുത്ത് പറയാനുള്ള അധികാരമില്ലേ? അവൻ നിന്റെ മോനല്ലേ? നീ പറഞ്ഞായിരുന്നെങ്കിൽ അവൻ എന്തായാലും കേട്ടേനെ. എന്നാ നീ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. നടന്നതൊക്കെ നടന്നു. എന്തിനാ പിന്നെയും അവള് വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് അവൾക്ക് വീട്ടിൽ പോയിക്കൂടാ? അവളുടെ അച്ഛനും അമ്മയുടെയും പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ആ വീട് അവർക്ക് തിരിച്ചു നൽകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ന്യായമായ കാര്യത്തിന് വേണ്ടി പോകുന്ന അവളെ ഞങ്ങൾ എന്തിനു തടുക്കണം? അവള് 3 തവണ അവിടെ പോയതിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ആദർശിന് ദേഷ്യം വരാനുള്ള കാരണമെന്ന് പറയുമ്പോൾ അവള് അവളുടെ അച്ഛനോടും അമ്മയോടുള്ള കടപ്പാടിന്റെ പുറത്താണ് അവളുടെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്നത്. എന്നാൽ ആദർശിന് നിന്നോടുള്ള കടപ്പാടിന്റെ പുറത്താണ് ദേഷ്യപ്പെട്ടത്. നിന്റെ മോൻ അത് ചെയ്യുമ്പോൾ ശരി, പക്ഷേ നയനമോൾ അത് ചെയ്യുമ്പോൾ തെറ്റ് അല്ലെന്ന് ചോദിക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്, വീട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടേത്. അതിന് നമുക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ ഇപ്പൊ കയറി വന്ന മരുമകൾക്ക് മാത്രം അവളുടെ സ്വന്തം വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി, അച്ഛൻ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും മിണ്ടരുതെന്ന് പറയാണ് കേട്ടോ ദേവയാനിയുടെ അടുത്ത്. എല്ലാവരോടുമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ദേവയാനി, നിന്നോടും കൂടി. ഒരു പെണ്ണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുമോ? അവള് അടിമയായിട്ട് കഴിയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇവിടെ അടിമയെ പോലെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവര് ആരാണോ അവര് പറയാൻ വേണ്ടി പറയാണ് കേട്ടോ.
ഇത് കേൾക്കുമ്പോൾ ആർക്കും ഒന്നും മിണ്ടാനില്ല കേട്ടോ ഉത്തരമായിട്ട് പറയാൻ വേണ്ടിയിട്ട്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ എല്ലാവരുടെയും മൗനം ഞാൻ സമ്മതമായിട്ട് എടുക്കുകയാണ്. മൗനം സമ്മതം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് നയനയുടെ അടുത്ത് മോളെ നീ പോയിട്ട് വാ എന്ന് പറയാണ് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നയനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ നയന പോകുന്ന കാണുമ്പോൾ ദേവയാനിയുടെ പദ്ധതിയെല്ലാം പൊളിച്ചടങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ നാണം കെട്ടിയിട്ട് തല കുനിച്ചിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ദേവയാനി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡും കൂടി അവസാനിക്കുന്നത്.